ചായ അരിക്കുന്ന പാത്രം വളരെ എളുപ്പം നമുക്ക് വെളുപ്പിച്ചെടുക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ഇതേപോലെയുള്ള ഒരു അരിപ്പ കയ്യിൽ. അതിന് അത്യാവശ്യം നല്ല ഒരു അഴുക്കുണ്ടാവും. അഴുക്കെന്ന് പറയാൻ പറ്റില്ല, കറയായിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ ചിലത് കരിമ്പം കുത്തിയിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ എടുക്കാത്ത ഒരു അരിപ്പയായതുകൊണ്ടാണ് ഇതിന് കരിമ്പം കുത്തിയേക്കുന്നത്. ഇത് നമുക്ക് ഒരുപാട് രീതിയിൽ നമുക്ക് വെളുപ്പിച്ചെടുക്കാമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പക്ഷേ ആ രീതിയൊന്നും നമുക്ക് ശാശ്വതമാവില്ല, വെളുക്കുകയില്ല. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ വീട്ടിൽ തുണിയൊക്കെ വെളുപ്പിക്കാനെടുക്കുന്ന, വെളുത്ത തുണികളിലെ കറ കളയാനെടുക്കുന്ന ബ്ലീച്ചിങ് വാട്ടർ ഉണ്ടാവും, ക്ലോറിൻ വാട്ടർ. ഈ ബ്ലീച്ചിങ് വാട്ടർ നമ്മൾ കുറച്ചെടുക്കുക. എന്നിട്ടൊരു പരന്ന പാത്രത്തിൽ അത് ഒഴിക്കുക. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് ബ്രഷ് ചെയ്തത് വെളുപ്പിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് വെളുത്ത് കിട്ടും. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. ഇത് ആളുകൾ പറയുന്നത് പോലെ വിനാഗിരിയും അതുപോലെ ടൂത്ത് പേസ്റ്റും ഒക്കെ ഉപയോഗിച്ചാലൊന്നും ഇതുപോലെ വെളുക്കില്ല. അത്ര ഭംഗിയായിട്ടാണ് ഇത് വെളുത്ത് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഇനി നമുക്ക് വിനാഗിരിയും പേസ്റ്റും കൊണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചായലക്കറ വരേണ്ട ഒരു അരിപ്പയാണ്, ചായയുടെ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരിയും പിന്നെ പേസ്റ്റുമാണുള്ളത്. വിനാഗിരി ഒഴിച്ചിട്ട് 5 മിനിറ്റ് വെക്കണുണ്ട്. സാധാരണ രീതിയിൽ വിനാഗിരിയും വെള്ളമാണ് എടുക്കണം. നമ്മൾ ഇത്തിരി കട്ടി കൂട്ടി വിനാഗിരി തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പേസ്റ്റ് കൊണ്ട് നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്യണം. കുറച്ചധികം നേരം ബ്രഷ് ചെയ്തിട്ടും ഇതിൽ വെളുക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ അഴുക്കൊന്നും പോണില്ല. അത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇനിയാണ് നമ്മൾ വീണ്ടും ബ്ലീച്ച് വാട്ടർ എടുക്കുന്നത്. ബ്ലീച്ച് വാട്ടർ എടുത്തിട്ട് നമ്മൾ വെറുതെ ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ എല്ലാ കറുപ്പും മൊത്തം പോകുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ഒരു മെത്തേഡ്. ഇപ്പോൾ 2 രീതിയിൽ നിങ്ങൾ കണ്ടില്ലേ? ഇതിൽ ഏറ്റവും എളുപ്പവും ഏറ്റവും വെളുക്കുന്നതും എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ.